ഹലോ എവറിവൺ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ അധ്യായങ്ങൾ പാർട്ട് 12. ഓക്കെ, അധ്യായം 56, ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം. ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നാണ് ഏർപ്പെടുത്തിയത്? 1991 ടു 92 കാലഘട്ടത്തിലാണ് ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഏർപ്പെടുത്തിയത്. ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ഏർപ്പെടുത്തിയത് 1991, 1992 കാലഘട്ടങ്ങളിലാണ്. ആദ്യം ലഭിച്ചത് ആർക്കാണ്? വിശ്വനാഥൻ ആനന്ദിനാണ് ആദ്യമായി ലഭിച്ചത്. ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ആദ്യമായി ലഭിച്ചത് വിശ്വനാഥൻ ആനന്ദ്. ആദ്യ വനിത ആരാണ്? ആദ്യ വനിത കർണം മല്ലേശ്വരിയാണ്. കർണം മല്ലേശ്വരി. സമ്മാന തുക എത്ര രൂപയാണ്? 25 ലക്ഷം രൂപയാണ്. 25 ലക്ഷം രൂപ. 3 മലയാളികൾ ആദ്യം ആർക്കാണ് നേടിയത്? 3 മലയാളികൾക്കാണ് ഇതുവരെ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം കിട്ടിയത്. അതിൽ ആദ്യത്തെ മലയാളി KM ബീന മോളാണ്. KM ബീന മോൾ 2002, 2003 കാലഘട്ടങ്ങളിലാണ് KM ബീന മോൾ കിട്ടിയത്. രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ് ആണ്. അഞ്ജു ബോബി ജോർജ്. മൂന്നാമത്തെ മലയാളി 2002, 2003. ഓക്കെ, ഒന്നാമത്തെ മലയാളി, രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ്, മൂന്നാമത്തെ മലയാളി PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ് 2021 കിട്ടുന്നത്. 2021 പുരസ്കാരം നേടിയ ആദ്യ പാരാലിമ്പിക് താരം ആരാണ്? ദേവേന്ദ്ര ജാരിയാണ്. ജാവലിൻ ത്രോ ആണ് ഐറ്റം. പുരസ്കാരം നേടിയ ആദ്യ പാരാലിമ്പിക് താരം ദേവേന്ദ്ര ജാരിയ. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ആരാണ്? ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി അഭിനവ് ബിന്ദ്രയാണ്. അഭിനവ് ബിന്ദ്ര. ഓക്കെ, 2022 ലഭിച്ചത് ആർക്കാണ്? ശരത് കമാൽ അജാന്തയ്ക്കാണ്. ടേബിൾ ടെന്നീസ് ഐറ്റമായിട്ടുള്ള ശരത് കമാൽ അജാന്തയ്ക്കാണ് 2022 ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത്. ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചത് 2022 ലഭിച്ചത് ശരത് കമാൽ അജാന്തയ്ക്കാണ്. ടേബിൾ ടെന്നീസ് ഐറ്റം. ഓക്കെ, അധ്യായം 57, ചാന്ദ്രയാൻ 3 ആണ്. 2023 ജൂലൈ 14 എത്തിയത് ഓഗസ്റ്റ് 5. അപ്പൊ വിക്ഷേപണം 2023 ജൂലൈ 14, എത്തിയത് ഓഗസ്റ്റ് 5. ശ്രീഹരിക്കോട്ട സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടന്നത്. വിക്ഷേപണ വാഹനം ഏതായിരുന്നു? വിക്ഷേപണ വാഹനം LVM-3M4. LVM-3M4. ഓക്കെ, സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഒന്നാമത്തെ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ഒന്നാമത്തെ രാജ്യം ഏതായിരുന്നു? അമേരിക്കയാണ്. രണ്ടാമത്തത് റഷ്യ, മൂന്നാമത്തത് ചൈന, 4ാമത്തതാണ് ഇന്ത്യ. ഒന്നാമത് അമേരിക്ക, രണ്ടാമത്തത് റഷ്യ, മൂന്നാമത്തത് ചൈന, 4ാമത്തത് ഇന്ത്യ. പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ചാന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ P വീരുമുത്തുവേലാണ്. P വീരുമുത്തുവേൽ. ഓക്കെ, മിഷൻ ഡയറക്ടർ ആരാണ്? മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ എസ് ആണ്. മോഹൻ കുമാർ എസ്. ചാന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ മോഹൻ കുമാർ എസ്. ചാന്ദ്രയാൻ 3ന്റെ പ്രോജക്ട് ഡയറക്ടർ P വീരമുത്തുവേല്. മിഷൻ ഡയറക്ടർ ചാന്ദ്രയാൻ 3ന്റെ മിഷൻ ഡയറക്ടർ മോഹൻ കുമാർ എസ്. ഓക്കെ, ISRO ചെയർമാൻ ആരാണ്? S സോമനാഥ് ആണ്. S സോമനാഥ്. അസോസിയേറ്റ് പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? കൽപ്പന കാളഹസ്തിയാണ്. കൽപ്പന കാളഹസ്തി. വെഹിക്കിൾ ഡയറക്ടർ ആരാണ്? വെഹിക്കിൾ ഡയറക്ടർ ആരാണ്? ബിജു സി തോമസ് ആണ്. ബിജു സി തോമസ്. ഓക്കെ, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ഇറങ്ങുന്ന രാജ്യം ആരാണ്? ഏത് രാജ്യമാണ്? ഇന്ത്യയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യം ഇറങ്ങുന്ന രാജ്യം ഇന്ത്യ. ചാന്ദ്രയാൻ 3ന്റെ ഭാഗമായി വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ പോയിന്റിനു നൽകിയിരിക്കുന്ന പേര് ശിവശക്തിയാണ്. ശിവശക്തി. ചന്ദ്രയാൻ 3ന്റെ ഭാഗമായി വിക്രം ലാൻഡർ ചന്ദ്രനിൽ ഇറങ്ങിയ പോയിന്റിനു നൽകിയിരിക്കുന്ന പേര് ശിവശക്തി. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനം. ഓഗസ്റ്റ് 23 പ്രത്യേകത ദേശീയ ബഹിരാകാശ ദിനം. ഓക്കെ, അധ്യായം 58, ഡിഗ്രി ഫാരൻഹീറ്റ്, ഡിഗ്രി സെൽഷ്യസ്, കെൽവിൻ സ്കെയിൽ. ഓക്കെ, ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ സെൽഷ്യസ് ഈസ് ഈക്വൽ ടു ഫാരൻഹീറ്റ് -32 ഇൻറ്റു 5/9. ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ C ഈസ് ഈക്വൽ ടു F-32 ഇൻറ്റു 5/9. സെൽഷ്യസിനെ ഫാരൻഹീറ്റ് സ്കെയിലാക്കാൻ ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു സെൽഷ്യസ് ഇൻറ്റു 9/5 + 32. ഫാരൻഹീറ്റ്
ഈസ് ഈക്വൽ ടു സെൽഷ്യസ് ഇൻറ്റു 9/5 പ്ലസ് 32. സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കാൻ കെൽവിൻ ഈസ് ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273.15. സെൽഷ്യസിനെ കെൽവിൻ സ്കെയിലാക്കാൻ കെൽവിൻ ഈസ് ഈക്വൽ ടു സെൽഷ്യസ് പ്ലസ് 273.15. കെൽവിനെ സെൽഷ്യസ് സ്കെയിലാക്കാൻ സി സെൽഷ്യസ് ഈസ് ഈക്വൽ ടു കെ മൈനസ് 273.15. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ 320 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഓക്കെ, 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാലും 320 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 320 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 273 കെൽവിൻ ആണ്. 273 കെൽവിൻ. 0 ഡിഗ്രി സെൽഷ്യസ് 320 ഈസ് ഈക്വൽ ടു 320 ഡിഗ്രി ഫാരൻഹീറ്റ്. 320 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 273 കെൽവിൻ. ഓക്കെ, 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 212 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ്. 212 ഡിഗ്രി ഫാരൻഹീറ്റ് ഈസ് ഈക്വൽ ടു 373 കെൽവിൻ. 373 കെൽവിൻ. ഓക്കെ, ചോദ്യം, 212 ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 212 ഫാരൻഹീറ്റ് ഡിഗ്രി ഫാരൻഹീറ്റ് കെൽവിൻ സ്കെയിലിൽ എത്രയായിരിക്കും? 373 കെൽവിൻ. ഓക്കെ, അധ്യായം 59. ഇന്ത്യയിലെ പ്രധാന നദികളും അവയുടെ പോഷക നദികളുമാണ്. ഇന്ത്യയിലെ പ്രധാന നദികളും അവയുടെ പോഷക നദികളും. ഗംഗ, അവയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഗംഗയുടെ പോഷക നദികളാണ് യമുന, കോസി, സോണ്, ഘാഘ്ര, ഗാണ്ഡക്, ഭഗീരഥി. ടോട്ടൽ 6 പോഷക നദികളാണ് ഗംഗയ്ക്കുള്ളത്. ഗംഗയ്ക്കുള്ള എത്ര പോഷക നദികളുണ്ട് ഗംഗയ്ക്ക്? 6 പോഷക നദികളാണുള്ളത്. ഏതൊക്കെയാണ്? യമുന, കോസി, സോണ്, ഘാഘ്ര, ഗാണ്ഡക്, ഭഗീരഥി. അടുത്താണ് സിന്ധു. സിന്ധുവിന് എത്ര പോഷക നദികളാണുള്ളത്? 5 എണ്ണമാണുള്ളത്. 5 എണ്ണം. ഏതൊക്കെയാണ്? ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. നമുക്ക് എല്ലാവർക്കും അറിയാം ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, അടുത്താണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്രയ്ക്ക് എത്ര പോഷക നദികളാണുള്ളത്? 4 എണ്ണമാണുള്ളത്. ഏതൊക്കെയാ? ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. സുബൻസിരി ആരുടെ പോഷക നദിയാണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദിയാണ്. ഓക്കെ, അടുത്താണ് ഗോദാവരി. ഗോദാവരിക്ക് എത്ര പോഷക നദികളാണ്? വെറും 2 പോഷക നദികളുള്ളൂ. ഏതൊക്കെയാണത്? ഇന്ദ്രാവതിയും ശബരിയുമാണ് പോഷക നദികൾ. ഇന്ദ്രാവതി, ശബരി. പിന്നെ 5-മത്തെയാണ് മഹാനദി. മഹാനദിക്കുള്ള പോഷക നദികൾ ഏതൊക്കെയാണ്? മഹാനദിയുടെ പോഷക നദികൾ ഇബ്, അതേപോലെ ടെല്ല്. ഇബ് ടെൽ. ഓക്കെ, കൃഷ്ണയ്ക്ക് എത്ര പോഷക നദികളുണ്ട്? 2 എണ്ണമാണുള്ളത്. ഭീമയും തുംഗഭദ്രയും. ഭീമ, തുംഗഭദ്ര. 7-മത്തേത് നർമ്മദ. നർമ്മദയ്ക്ക് എത്ര പോഷക നദികളാണുള്ളത്? ഹിരൺ, അതുപോലെ ഭഞ്ജൻ. താപ്തിക്ക് എത്ര പോഷക നദികളാണുള്ളത്? 2 എണ്ണം. ആനർ, ഗിർന. കാവേരിക്ക് എത്ര പോഷക നദികളാണുള്ളത്? 2 എണ്ണം. കബനി, അമരാവതി. അപ്പോൾ ഗംഗയ്ക്ക് എത്ര പോഷക നദികളാണുള്ളത്? 6 എണ്ണം. അവ ഏതൊക്കെയാണ്? യമുന, കോസി, സോണ്, ഘാഘ്ര, ഗണ്ഡക്, ഭഗീരഥി. സിന്ധുവിന് 5. ജലം, ചെനാബ്, രവി, ബിയാസ്, സത്ലജ്. ബ്രഹ്മപുത്രയ്ക്ക് 4 എണ്ണം. ടീസ്റ്റ, മാനസ്, ലോഹിത്, സുബൻസിരി. ഗോദാവരിക്ക് 2 എണ്ണം. ഇന്ദ്രാവതി, അതേപോലെ ശബരി. മഹാനദിക്ക് 2 എണ്ണം. ഇബ്, ടെല്ല്. കൃഷ്ണയ്ക്ക് 2 എണ്ണം. ഭീമ, തുംഗഭദ്ര. നർമ്മദയ്ക്ക് 2 എണ്ണം. ഹിരണ്, അതേപോലെ ഭഞ്ജൻ. താപ്തിക്ക് 2 എണ്ണം. ആനർ, അതുപോലെ ഗിർണ. കാവേരിക്ക് 2 എണ്ണം. കബനി, അതുപോലെ അമരാവതി. ഓക്കെ, അധ്യായം 60. മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും ബന്ധങ്ങളും വ്യത്യാസങ്ങളും. ഓക്കെ, മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയാണ്. സോ മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെന്റിനെ തടയുന്നു. മൗലിക അവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെന്റിനെ തടയുന്നു. നിർദ്ദേശക തത്വങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നു. ഓക്കെ, മൗലിക അവകാശങ്ങൾ വ്യക്തിയുടെ താല്പര്യങ്ങളും അവകാശങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. നിർദ്ദേശക തത്വങ്ങൾ സമൂഹത്തിന്റെ താല്പര്യങ്ങളും ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി നിലകൊള്ളുന്നു. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. അവ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദാർഹങ്ങളല്ല. നടപ്പിലാക്കപ്പെട്ടിട്ടില്ലെങ്കിൽ
കോടതിയെ സമീപിക്കാൻ കഴിയില്ല. മൗലികാവകാശങ്ങൾ പൗര സ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുന്നു. നിർദ്ദേശക തത്വങ്ങൾ സാമൂഹിക സാമ്പത്തിക നീതിക്ക് ഊന്നൽ നൽകുന്നു. മൗലിക അവകാശങ്ങളുടെ വ്യാപ്തി പരിമിതമാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ വ്യാപ്തി വിസ്തൃതമാണ്. ഓക്കെ. ജനാധിപത്യത്തിന്റെ പ്രമാണങ്ങളെ മൗലിക അവകാശങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. ക്ഷേമരാഷ്ട്രത്തിന്റെ ആശയദർശങ്ങളെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉൾക്കൊള്ളുന്നു. Thank you so much for listening me. We'll see you in next video. Thank you very much. Bye.